എൻ്റെ പേര് ശിശിര. ഞാൻ ആലപ്പുഴ ജില്ലയിലെ എ ബി വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ ക്യാമ്പിൻ്റെ കാര്യം മാം പറഞ്ഞപ്പോൾ തന്നെ ശരിക്കും ഞങ്ങൾ ത്രില്ലടിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് 5 കിലോമീറ്ററും 10 കിലോമീറ്ററൊക്കെ ഓടുന്നതിന് ദൈവമേ ഇങ്ങനെയൊക്കെ ഓടാൻ പറ്റുമെന്ന് തന്നെ ഞങ്ങൾ ഓർത്തു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വന്ന് റൂമിലേക്ക് കയറി പിന്നെ അന്ന് ക്യാമ്പിൻ്റെ ഇൻട്രൊഡക്ഷൻ വിജയൻ സാർ വന്നപ്പോൾ തന്നെ പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് എണീക്കണം, 5 കിലോമീറ്റർ ഓടണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ എൻഡീശ്വര തലേക്കഴിച്ച് ഞങ്ങൾ പറഞ്ഞത് റൂമിൽ വന്നിട്ട് പറഞ്ഞു ഓടാൻ പറ്റും. അപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാം കൂടെ ഒരു ഉറച്ച തീരുമാനമെടുത്തു. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ടു അസ്. ആ തീരുമാനമാണ് ഞങ്ങൾ നിർത്താതെ ഓടിച്ചത്. പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ ക്ലാസ്സൊക്കെ ഞങ്ങൾക്ക് നല്ല രീതിയിലാണ് പ്രയോജനപ്പെടുത്തിയത്. ഇവരോടൊക്കെ ചോദിച്ചാൽ തന്നെ അറിയാൻ പറ്റും. നല്ല ക്ലാസ്സായിരുന്നു എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് നല്ല നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റിയ ക്ലാസ്സായിരുന്നു നടത്തിയത്. മധുഭാസ്കരൻ സാറിൻ്റെ ക്ലാസ്സാണ് മറക്കാൻ പറ്റാത്തത്. എന്ന് വെച്ചാൽ സാറ് കുട്ടികളുടെ കൂടെ ഒഴുകി നടക്കുന്നത് ഫ്ലോ ചെയ്യുമായിരുന്നു. എന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല കോമഡി ആയിട്ട് സാറ് ക്ലാസ് എടുത്തത്. നമ്മുടെ സാറിൻ്റെ ക്ലാസ്സാണ് മറക്കാം. പിന്നെ മാതൃഭൂമി ഓഫീസിൽ പോയിട്ട് ഞങ്ങൾ FM ലൈവായിട്ട് ഞങ്ങൾ സംസാരിച്ചു. കേരളത്തിലുള്ള എല്ലാ SPC കേഡറ്റിന് വേണ്ടി ഞങ്ങൾ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തു. ഞങ്ങളുടെ പേരൻസിന് വേണ്ടി ചെയ്തു. ഞങ്ങൾ SPC ക്യാമ്പിൻ്റെ ഫസ്റ്റ് ഡേയെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഞങ്ങൾ വാക്കിംഗ് റണ്ണിങ് ആണ് ആദ്യം ഓർക്കുന്നത്. കാരണം ഒത്തിരി ഒരു 5-6 കിലോമീറ്റർ ഞങ്ങൾ നിർത്താതെ ഓടുന്നത് അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഓടിയിട്ടില്ല. പെട്ടെന്ന് ടയേർഡ് ആയെങ്കിൽ തന്നെ ഞങ്ങൾക്കതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ കളരി ക്ലാസ് SPCയുടെ ഭാഗമായിട്ട് സ്കൂളിൽ കളരി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും മുരുകൻ ഗുരുക്കളുടെ കീഴിൽ ഞങ്ങൾ നന്നായിട്ട് വളരെ നല്ലൊരു രീതി ഒരുപാട് എൻജോയ് ചെയ്താണ് ആ കളരി ക്ലാസ് അറ്റൻഡ് ചെയ്തത്. പിന്നെ എനിക്ക് ഞങ്ങൾക്ക് ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു സന്ധ്യ മാഡത്തിനെ കണ്ടത്. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി. മാഡം ഒരു പാട്ടൊക്കെ പാടി ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്ത ക്ലാസ് ആയിരുന്നു. പിന്നെ മധുഭാസ്കരൻ സാറിൻ്റെ ക്ലാസ്, പിന്നെ ഞങ്ങൾക്ക് ഇന്നും കുറേ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ റിലേഷൻഷിപ്പൊക്കെ ഇന്ന് ഒരുപാട് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നുള്ള ക്ലാസ്സുകളൊക്കെ എടുത്തായിരുന്നു. പിന്നീട് ഞങ്ങൾ പെൺകുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള പല ക്ലാസ്സുകളും ഉണ്ടായിരുന്നു. പിന്നെ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു സെക്രട്ടേറിയറ്റ് കണ്ടത്. ശരിക്കും ട്രിവാൻഡ്രത്തിൻ്റെ ഓരോ പ്രത്യേകതകളും ഞങ്ങളിങ്ങനെ ഇവിടെ വന്നിങ്ങനെ ആസ്വദിക്കുകയായിരുന്നു. ഒത്തിരി ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ പച്ചപ്പാണ്. ഭയങ്കര നല്ല ഒരു ഭംഗിയാണ്. ശരിക്കും ഞങ്ങൾ ടെറസിൻ്റെ മുകളിലൊക്കെ കയറി നോക്കുമ്പോൾ വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ടു ക്യാമ്പ്. പിന്നെ ഞങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നവരും ജില്ലകളിൽ നിന്നും വരുന്നവരും ഉണ്ട്. ഞങ്ങളെല്ലാവരുമായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഒത്തുചേർന്ന് നിൽക്കുന്നൊരു ക്യാമ്പായിരുന്നു ഇത്. ഞങ്ങൾക്ക് ഈ SPC ക്യാമ്പ് എന്ന് പറഞ്ഞാൽ വളരെ അനുഭവകരമായും ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു എക്സ്പീരിയൻസ് ആണുള്ളത്. പിന്നെ ഇവിടുത്തെ കൾച്ചറൽ പ്രോഗ്രാം എൻഡീശ്വര ഇന്നലത്തെ സപ്തസ്വരംകാരുടെ ഗാനമേള പറയാതിരിക്കാൻ പറ്റില്ല. പക്കായിട്ട് നല്ല ഗാനമേളയായിരുന്നു. പറഞ്ഞിട്ടും മതിയാനുള്ള നല്ല പോണം ഞങ്ങൾ ആസ്വദിക്കുന്നുണ്ട് ഈ ക്യാമ്പ്. അത്രയേ ഉള്ളൂ പറയാൻ.